importance was given to the sacrifice that was given. പുരോഹിതന്മാർക്കായാലും പ്രാകാരത്തിൽ വരുന്ന സാധാരണക്കാരായ ഇസ്രായേലിയരെ ആയാലും അവരെപ്പോഴും അവരുടെ കർത്താവുമായിട്ടുള്ള ആ മീറ്റിംഗ് തുടങ്ങുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദാറ്റ് ഓൾട്ടർ. ആ യാഗത്തിലാണ് എല്ലാം അവർ തുടങ്ങുന്നത്. ശുശ്രൂഷകരായാലും അവരുടെ ശുശ്രൂഷകൾ ആ യാഗത്തിന്മേൽ ചെയ്തതിന് ശേഷമാണ് അവർ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ഒക്കെ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ആ യാഗത്തെ നമുക്ക് ഓർക്കാം. കർത്താവ് Jesus completed it. Jesus took this all the once and for all. ഒരിക്കലായി കർത്താവ് നമുക്കായി ക്രൂശിൽ യാഗമായി തീർന്ന ആ യാഗത്തെ ഓർക്കാതെ ദൈവമക്കളെ നമ്മുടെ ആരാധനകളൊന്നും കംപ്ലീറ്റ് ആവില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൺലി ബൈ ഗ്രേസ്. It's only by grace that we come into this place and worship the Lord. അത് യാഗത്താലല്ലാതെ കർത്താവ് ആ യാഗം കഴിച്ചിരുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എവിടെയായിരുന്നെങ്കിൽ. പക്ഷെ യേശുവെ എന്ന് വിളിക്കാൻ, നമുക്ക് നമ്മുടെ പിതാവിനെ അബ്ബാ എന്ന് വിളിക്കാൻ, ഇസ്രായേലിന്റെ ദൈവമായ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ ആ അയാമിനെ, ദ ഗ്രേറ്റ് അയാമിനെ അബ്ബാ എന്ന് വിളിക്കാൻ ദൈവം തന്ന അവകാശം ഇറ്റ്സ് ഓൺലി ത്രൂ ദ ക്രോസ്. നമുക്ക് ആ യാഗത്തെ ഓർത്തുകൊണ്ട് let's sing the song once again. Hallelujah. worship sections ഒന്നും പോരാ കർത്താവേ. ഞങ്ങളുടെ
ജീവിതം കൊണ്ട് കർത്താവ് ഞങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുവാൻ അപ്പച്ചൻ സഹായിക്കുന്നു. Help us to convey the cross. Help us to convey the praises that you deserve through our lives. Amen. Hallelujah. Jesus. Hallelujah. Jesus. Thank you, Father. Jesus. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ചെറുപ്പം ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. Yes, Lord, we lift your holy name. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട് അവിടെ ആയിരുന്നപ്പോഴാണല്ലോ യേശുവിനെ കുറിച്ചുള്ള ദർശനം
കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ, കർത്താവിൻ്റെ ഹിതത്തിൻ്റെ നിറവിൽ യോഹന്നാന്റെ ജീവിതത്തെ കൊണ്ടുവന്നപ്പോഴാണ് ആ പത്മോസ് ദ്വീപിൽ ശിക്ഷിക്കപ്പെട്ടവനായിട്ട് കിടന്നപ്പോൾ കർത്താവ് സ്വർഗം തുറക്കുകയാണ്. യോഹന്നാൻ കണ്ട കാഴ്ച പ്രത്യക്ഷതയുടെ മുമ്പിൽ ഞങ്ങൾ ആ ഇസ്രായേൽ മക്കൾ മോശയോട് അലറി കഴിഞ്ഞതുപോലെ ഞങ്ങൾ യോഗ്യരല്ല. കർത്താവേ, ആ ദൃശ്യം, ആ പ്രത്യക്ഷത കർത്താവ് എത്ര മഹത്വകരമാണ്. കർത്താവ് അതിനെക്കുറിച്ച് പാടുവാനും അതിനെക്കുറിച്ച് കേൾക്കുവാനും വായിക്കുവാനും യോഹന്നാനിലൂടെ കർത്താവ് തുറന്ന ആ വെളിപ്പാടുകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, യേശുവേ, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ പണിയണമേ. ഞങ്ങളുടെ ഹൃദയം കൊണ്ടും ഞങ്ങളുടെ പൂർണ്ണ ശക്തിയും കൊണ്ടും ഞങ്ങളുടെ പൂർണ്ണ ബലം കൊണ്ടും ആത്മാവും കൊണ്ടും അങ്ങേ സ്നേഹിക്കുവാൻ കർത്താവേ അങ്ങ് തന്ന കൽപ്പന അതാണല്ലോ, to love the Lord with all your heart. Hallelujah. Amen, Jesus. Yes. Amen. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, തള്ളപ്പെട്ട അടിയങ്ങളെ
Hallelujah. Thank you, Holy Spirit. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ഞാൻ കരയുകയായിരുന്നു. ഇടയ്ക്ക് ലൈവ് കട്ടായി പോയി. ഞാൻ ഇന്ന് രാത്രി ഉറപ്പ് തരാം, കർത്താവ് നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം തരാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ മുറ്റും ഒന്ന് തരാമോ? ഒരുപക്ഷെ നീ തള്ളപ്പെട്ടവനായിരിക്കാം, ഒരുപക്ഷെ നീ തകർക്കപ്പെട്ടവനായിരിക്കാം, പക്ഷെ വീട്ടിൽ നിനക്ക് ആരും യാതൊരു വിലയും തരുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി യേശു പറയുകയാണ്, തള്ളപ്പെട്ട നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്, എൻ്റെ യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ പറയും വേണ്ട, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് പറയും വേണ്ട, ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ ലവർ പറയും വേണ്ട. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുപക്ഷെ പാസ്റ്റർ പറയും വേണ്ട വേണ്ട വേണ്ട, നീ വേണ്ട. പക്ഷെ യേശു പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്.
വിശ്വസിക്കാമോ? ഇന്ന് രാത്രി വിശ്വസിക്കാമോ? കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ ഉടഞ്ഞവരാണോ? ആ ഉടഞ്ഞതിനെ ഒരിക്കൽ കൂടി എൻ്റെ യേശുവിനെ എടുക്കാൻ ആഗ്രഹിക്കുക. നീ തകർക്കപ്പെട്ടവനാണോ? കർത്താവ് ഒരിക്കൽ കൂടി പണിയുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പറഞ്ഞാട്ടെ. ഞാൻ അനേകരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു, അനേകരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു. പക്ഷെ ആ സ്നേഹമെല്ലാം വ്യാജമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം. എൻ്റെ കൂടെ പറയാമോ? എൻ്റെ സ്നേഹം ആർക്ക് മാത്രമാ? എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത, എനിക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തന്ന, എനിക്ക് വേണ്ടി നിത്യത ഒരുക്കിയ അവന് മാത്രമാണെന്ന് പറയാൻ കഴിയുന്നവർ ഒരു പ്രാവശ്യം കൂടെ കോറസ് എൻ്റെ കൂടെ ഒന്ന് പാടാമോ? താങ്ക് യു ജീസസ്. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. ഒരു പ്രാവശ്യം കൂടെ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം. എല്ലാവരും പറഞ്ഞാണ്. എമുറ്റും തരുന്നീതാ, എന്നെ മുറ്റും തരുന്നീതാ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിച്ചാണ്. അവൻ വിളിച്ചാൽ വിളി കേൾക്കുന്നവന്. രാത്രി സമ്പൂർണമായി ഒന്ന് സമർപ്പിച്ചാണ്. എനിക്കറിയുന്നൊരു ലൈവ് പ്രോഗ്രാമാണ്. അമേൻ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, പരിമിതികൾക്കപ്പുറം എൻ്റെ നാഥൻ നിങ്ങളെ തൊടുകയാണ്. നാഥൻ തൊടുകയാണ്. ഏതൊക്കെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് രാത്രി തൊടുകയാണ്. നിയോഗത്തോടാ പറയുന്നത്. തകർക്കപ്പെട്ട ഏതോ കുടുംബത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ആ വേർഡ് ആവർത്തിക്കുക. ഇപ്പോൾ തന്നെ അവരിയ്ക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പകർച്ച. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം ഒത്തിരി തടസ്സങ്ങൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഫേസ് ചെയ്തു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏതൊക്കെയോ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ പുറത്ത് ഭയങ്കര മഴ. താങ്ക് യു ജീസസ്. പവർ കട്ട് എല്ലാം സംഭവിച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ നാഥൻ ഇന്ന് രാത്രി നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പവർ കട്ടായി, കറണ്ട് പോയി. ഇന്ന് രാത്രി നമ്മുടെ ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. We praise you, Master. We praise you, Master. Hallelujah. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒത്തിരി ഡിസ്റ്റർബൻസ് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിശാചേ, നിനക്ക് ജയമില്ല. എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ജയം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കൂടെ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും കർത്താവ് ജയം നൽകിയിട്ടുണ്ട്. അവൻ ജയം നൽകുന്ന ആ യേശുവിന്റെ നാമത്തെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ഉയർത്താം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രാത്രി തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് സംസാരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവ്, ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ, കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ പകർച്ച ഇപ്പോൾ തന്നെ അങ്ങ് അയച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം.
ഏതൊക്കെയോ തകർന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്ന് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷികമായതൊന്നും വേണ്ട കർത്താവെ. മാനുഷികമായ വാക്കുകൾ കേട്ട് ഞങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഈ രാത്രി ഞങ്ങളെ ജീവിപ്പിക്കുന്ന, പ്രത്യാശ നൽകുന്ന കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കും. മാനവും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ കൂടി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്. ആദ്യത്തെ ലൈവ് ഒന്ന് കട്ടായി, രണ്ടാമത് ഈ ദൈവ സാന്നിധ്യം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പവർ കട്ട്, പെട്ടെന്ന് കറണ്ട് പോയി. എന്നാൽ ഇന്ന് രാത്രി സാഹചര്യങ്ങളെക്കാൾ അപ്പുറമായി എൻ്റെ നാഥൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഈ രാത്രി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഞാൻ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആത്മാവ് നൽകിയ ഒരു വേദഭാഗം വളരെ വേഗത്തിൽ വായിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. 1 John chapter 3 verse 3. ഓക്കെ, ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഓക്കെ, ആ വേർഡ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എൻ്റെ കൂടെ പറയുക. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചാലോ. നമുക്കറിയാം, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ പ്രധാനമായും 3 ലേഖനങ്ങളാണ് പുതിയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതോടൊപ്പം താൻ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട 3 ലേഖനങ്ങൾ അതിന്റെ കൂടെ താൻ ചേർത്ത് അതിനുശേഷം എഴുതിയ ലേഖനമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. വസ്തുത ഈ 3 ലേഖനം പൊതു ലേഖനങ്ങളുടെ കൂട്ടത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ യോഹന്നാൻ ഇത് എഴുതിയത് നമുക്കറിയാം, എഫെസോസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തിൽ ഇരുന്നു കൊണ്ടാണ്. ദൈവസഭയൊക്കെ ഭയങ്കരമായ പീഡയിൽ കൂടി കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തെ, ഒന്നുകൂടെ പറഞ്ഞാൽ കൊടിയ ദുരുപദേശങ്ങൾ ദൈവസഭയെ തകർക്കാൻ ശത്രു തൊടുത്തുവിട്ട കാലത്ത് ദൈവജനത്തെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നൽകിയ ആലോചനകളുടെ ആഴമേറിയ വിവരണമാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ രാത്രി വളരെ പരിമിതമായ ഒരു സമയമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഇതിന്റെ കോണ്ടെക്സ്റ്റോ ഒന്നും പറയാൻ കഴിയാതെ ഡയറക്റ്റ് ആ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചാലോ, ഇവിടെ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അത് ഇങ്ങനെയാണ്: അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം. ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവനിൽ, ആരിലാണ്? യേശുവിൽ. അന്നേരം നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് കാണപ്പെടുന്ന സകലത്തിലും പ്രത്യാശ വെച്ച അനുഭവങ്ങളെല്ലാം ഉടഞ്ഞ് തകർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർ പൊതുവെ ആശ്രയം വെച്ചിരുന്ന പലതും തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൊറോണയുടെ ഈ പ്രത്യേകമായ ഈ കാലം അത് പഠിപ്പിച്ചു.
മനുഷ്യന്റെ സമ്പത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം, മനുഷ്യൻ സ്വരൂപിച്ചു വെച്ചിരുന്ന പല ഭൗതികമായ അനുഭവങ്ങൾക്കും ഒന്നും നൽകാൻ കഴിയില്ല എന്ന് തെളിയിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രത്യാശ വെച്ച ഒരു കാര്യത്തിലും അവന് തുടരുവാൻ കഴിയത്തില്ല എന്ന് തെളിയിച്ച ഒരു സമയത്താണ് നാം വന്നു നിൽക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ഞാൻ ഒരു കാര്യം ദൈവസ്നേഹത്തിൽ ഇതിലെ പ്രാരംഭ നിമിഷം തന്നെ പറയട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ട ഏതോ ജീവിതം എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, അവരോട് പരിശുദ്ധാത്മാവ് പറയാണ്, മനുഷ്യനിൽ നീ പ്രത്യാശ വെച്ചു, മനുഷ്യനിൽ നീ ആശ്രയം വെച്ചു. ഇന്ന് കാണപ്പെടുന്ന പല മേഖലകൾക്കകത്തും നിന്റെ കരം കൊണ്ട് പലതും ചെയ്യാമെന്ന് നനച്ചു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഒരു വട്ടപൂജ്യമായി നിൽക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാണ്, പ്രത്യാശയുടെ നങ്കൂരമായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ഇന്ന് രാത്രി നിനക്കൊന്ന് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ ലോകം തരാത്ത ഒരു വലിയ പ്രത്യാശ കൊണ്ട് ഈ രാത്രി കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അന്നേരം നമ്മുടെ പ്രത്യാശ എവിടെയായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം. ഓക്കെ, എല്ലാവരും കൂടെ എന്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? നമ്മുടെ പ്രത്യാശ എവിടെയായിരിക്കണം? ബാങ്ക് ബാലൻസിലല്ല, നമ്മുടെ സൗന്ദര്യത്തിലല്ല, നമ്മുടെ ഭൗതികമായ നന്മയിലല്ല, ജോലിയിലല്ല, അല്ലെങ്കിൽ ഇന്ന് കാണപ്പെടുന്ന ഒന്നിലുമല്ല. നമ്മുടെ പ്രത്യാശ, ഒന്നും കൂടെ പറഞ്ഞാൽ ഹോപ്പ് ക്രിസ്തുവിലാണ്. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കുകയാണ്. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കുന്നത് കൊണ്ട് ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഒന്നും കൂടെ പറഞ്ഞാൽ കൊറോണ വന്നാലും ഇനി ഇതിലും വലിയ മഹാമാരി വന്നാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. എൻ്റെ പ്രത്യാശ പുരുഷൻ ക്രിസ്തുവാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയുവാൻ കഴിയും? ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഇതിനെ കൂടെ ഒന്ന് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഞാൻ അടുത്ത സമയത്ത് കേട്ട ഒരു കാര്യമാണ്, പാസ്റ്റേഴ്സ് ഏകദേശം 30% ദൈവദാസന്മാര് അവൻ ശുശ്രൂഷകൾ വിട്ട് ജോലി ചെയ്യുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും മറ്റ് തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം അവർ ഇത്രയും നാളും അവർ ശുശ്രൂഷ ചെയ്തു, എന്നാൽ ഒരു സീസൺ വന്നപ്പോഴത്തേക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അവരുടെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ അവർക്ക് നിവർത്തിയില്ല, ആഹാരം കഴിക്കുവാൻ നിവർത്തിയില്ല, ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെന്നാ ചെയ്തു എന്നറിയാമോ? ഓടി മറഞ്ഞ സാഹചര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രത്യാശ എവിടെയാണ് എന്നുള്ള തിരിച്ചറിവിൽ ഈ രാത്രി നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റുവാൻ തയ്യാറാകുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഒരു ഭക്തന് ഏതെല്ലാം സാഹചര്യം വന്നാലും വിളിച്ചു പറയും, ഞാൻ കുലുങ്ങി പോകുകയില്ല. ഇന്ന് രാത്രി എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ട്, ഞാൻ കുലുങ്ങി പോകുകയില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഈ രാത്രി പ്രത്യാശ വെച്ചിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിലാണ്. ഓക്കെ, ഇനി എന്താണ് ആ പ്രത്യാശ? നമ്മൾ ആ വചനത്തിലേക്ക് കയറുകയാണ്. എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ശ്രദ്ധിച്ചേ, അന്നേരം പ്രത്യാശ ഉള്ളവൻ എന്താണ് അവിടെ ചെയ്യുന്നത്? അതിന്റെ രണ്ടാം ഭാഗത്തിൽ വളരെ വ്യക്തമായി കിടക്കുകയാണ്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്നാ ചെയ്യും? തന്നെ തന്നെ നിർമ്മലീകരിക്കും. ഓക്കെ, ഇനി അല്പം ഇതിന്റെ കോണ്ടെക്സ്റ്റിലോട്ട് കയറിയാലേ ഈ വാക്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ? ആ പ്രത്യാശ എന്താണെന്ന് നമുക്ക് അല്പം കൂടെ പുറകോട്ട് പോയാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ വാക്യം, ഓക്കെ, ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ. നോക്കിക്കേ, അപ്പോസ്തലനായ യോഹന്നാന്റെ ഒരു ശൈലി, പ്രിയമുള്ളവരെ. ഭയങ്കര ലവ്ലി ടോക്കാണ് അപ്പോസ്തലനായ യോഹന്നാനിൽ നിന്ന്. കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ. കാരണം ഇത് സ്നേഹത്തിന്റെ ഒരു അപ്പോസ്തലനാണ്. ആ വിളിക്കകത്ത് തന്നെ ഉണ്ട്, അല്ലെ? നമ്മൾ ചിലരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ ശരിക്കും നമുക്ക് ഒത്തിരി നിരാശയും പ്രയാസമൊക്കെ തോന്നും. പക്ഷെ ഈ ലേഖനം വായിക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ താൻ ലേഖനം എഴുതുന്നത്. അവിടെ പ്രിയമുള്ളവരെ. ഓക്കെ, ശ്രദ്ധിച്ചേ,
അവിടെ എഴുതിയിരിക്കുന്നത് നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഓക്കെ, അന്നേരം യോഹന്നാൻ അതിശക്തമായി അന്നുണ്ടായിരുന്ന ദൈവജനത്തെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ആരാണ്? പറഞ്ഞാട്ട്, നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. അന്നേരം ഈ രാത്രി നാം ആദ്യം തിരിച്ചറിയേണ്ടത്, പ്രത്യാശ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നീ ആരാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് രാത്രി നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയാൽ നമ്മുടെ പ്രത്യാശയുടെ ആഴം വർദ്ധിക്കും. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, നാം ആരാണ്? ഇപ്പോൾ ദൈവ മക്കളാകുന്നു. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി നമ്മൾ ആരാണ്? ഒന്ന് പറയാമോ? നമ്മൾ ആരാണ്? നമ്മൾ സാധാരണ ആൾക്കാരല്ല. വി ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ. ഇന്ന് രാത്രി എന്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ട്, ഞാൻ ഒരു സാധാ വ്യക്തിയല്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകളാണ്. ആരുടെ മകനാണ്? നീ ഒരു സാധാ വ്യക്തിയല്ല. ഈ രാത്രി തിരിച്ചറിഞ്ഞു, നിനക്കൊരു പ്രത്യാശയുണ്ട്. അടുത്തത് എന്ത് സംഭവിക്കും? ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ കൊറോണയുടെ സീസൺ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ചർച്ചിന്റെ ഭാവി, അല്ലെങ്കിൽ എന്റെ ശുശ്രൂഷയുടെ ഭാവി, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, എന്റെ തലമുറയുടെ എന്താണ് എന്ന് ചിന്തിക്കുന്ന ദൈവവൈതലേ, നീ തിരിച്ചറിഞ്ഞോ? ആദ്യം തിരിച്ചറിയേണ്ടത്, നീ ഒരു സാധാ വ്യക്തിയല്ല, നീ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനാണ്. നീ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ആരുടെ മകനാണെന്ന് ഒന്ന് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധി കർത്തനും തന്മാത്രം അമർത്യതയുള്ളവന് അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മകനാണ് നീ. എത്ര പേർക്ക് ഈ രാത്രി ആമേൻ പറയാൻ കഴിയും? നീ ഒരു സാധാ വ്യക്തിയല്ല സഹോദര, നീ ഒരു സാധാ വ്യക്തിയല്ല സഹോദരി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയ നിന്റെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിച്ചു തുടങ്ങും. ആഴത്തിൽ പറയട്ടെ, ഐ ആം നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം അഖിലാണ്ടത്തെ മുഴുവനും ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എന്റെ ദൈവത്തിന് ഈ രാത്രി എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവന്റെ മകനാണ്. ഒന്ന് പറയാമോ, ഞാൻ അവന്റെ മകനാണെന്ന്? ഒരു പക്ഷേ നിങ്ങൾ പറയും, പാസ്റ്റർ, നിങ്ങൾക്ക് ആവേശത്തോടെ ഫേസ്ബുക്കിൽ പറയാം, ലൈവിലൂടെ നിങ്ങൾക്ക് വിളിച്ചു പറയാം, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സഹോദര, തെറ്റുപറ്റി. ക്രിസ്തുവിൽ നീ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നിന്റെ പ്രത്യാശ വർദ്ധിക്കും. നീ ആരാണ്? നീ ആരാണോ? ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞേ. ദൈവത്തിന്റെ മകനാണ്. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അവന്റെ ലോകത്തിന്റെ പോലീസ് അല്ലെ, അമേരിക്കയെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിട്ടാണ് അല്ലെ. ആ രാഷ്ട്രത്തിലെ പ്രസിഡന്റിന്റെ മകനാണ് എന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത്, ഒന്ന് ഇമാജിൻ ചെയ്യാമോ? പ്രസിഡന്റിന്റെ മകനാണ്. ഒന്ന് ഇമാജിൻ ചെയ്യാമോ? ഈ രാത്രി അതൊന്ന് ഇമാജിൻ ചെയ്തേ. ആ പദവി, അവൻ ആരാണെന്ന് ഞാൻ പറയാം. ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെക്കാൾ വലിയവൻ, നേതാക്കന്മാരെക്കാൾ വലിയവൻ, ഇന്ന് കാണപ്പെടുന്ന സകലത്തിന്റെ മീതെ ഉന്നതനായിരിക്കുന്നവന്റെ മകനായിരിക്കുന്ന നിനക്കൊരു പ്രത്യാശയുണ്ട്. നിന്റെ അടുത്തുള്ളവൻ ആത്മഹത്യ ചെയ്താലും, നിന്റെ അടുത്തുള്ളവന്റെ ചർച്ച പൂട്ടിപ്പോയാലും, എന്തെല്ലാം സംഭവിച്ചാലും, ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, നിനക്കൊരു അപ്പനുണ്ട്. അവൻ രാജാതിരാജാവായിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ രാത്രി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാമോ, ഞാൻ അവന്റെ മകനാണ് എന്ന് പറഞ്ഞാട്ട്? ആമേൻ, സ്തോത്രം. വചനത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. നാം മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടാവകാശികളുമാണ്. ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആരാണെന്ന് തിരിച്ചറിയണം. ഓക്കെ, ഇന്ന് വാസ്തവത്തിൽ പലർക്കും ഈ പദവി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ സിമ്പിളായിട്ട് ഈ രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാനത് എന്താണെന്ന് പറയാം. അവനെ കൈക്കൊണ്ട്, those who receive Christ
ഒന്നും കൂടെ പറഞ്ഞാൽ അവനെ കൈക്കൊള്ളുക. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, എന്താണ് കൈക്കൊള്ളുക? റിസീവ് ചെയ്യുക, സ്വീകരിക്കുക എന്താണെന്ന് ചെറിയൊരു ഉദാഹരണത്തിൽ കൂടി ഞാൻ വേഗത്തിൽ പറയാം. നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും അതിഥികളായി പ്രിയപ്പെട്ടവർ വരാറുണ്ട് അല്ലെ? നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത്? നാം സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിഥി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മുറ്റത്ത് നിർത്തത്തില്ല അല്ലെ? പലപ്പോഴും യേശുവിനെ നീ മുറ്റത്ത് നിർത്തുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പലതും സംഭവിക്കാതെ ഇരിക്കുന്നത്. ആമേ പറയാൻ നിനക്ക് മനസ്സുണ്ടോ? ഓക്കെ, മുറ്റത്ത് അതിഥിയെ ആരും എന്നാ ചെയ്യത്തില്ല, മുറ്റത്ത് നിർത്താറില്ല. ഞാൻ യേശുവിനെ ഒരു അതിഥിയായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിഥി വീട്ടിൽ വന്നാൽ നമ്മൾ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? അവരെ നമ്മൾ സ്വീകരിക്കും. എന്നാ ചെയ്യുമെന്ന് അറിയാമോ? മേ ബി ഒരു സിറ്റ് ഔട്ട് കാണും. ആമേൻ. എന്തായാലും അതിഥി വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ആ റൂം ഉണ്ടല്ലോ, ആ റൂമിലേക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസിലേക്ക് ആ ആളെ നമ്മൾ കൊണ്ടിരുത്തും അല്ലേ? ഓക്കെ, ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. സാധാരണ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കുന്ന റൂം ഉണ്ടല്ലോ, ഡൈനിങ് റൂം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നാൽ നോക്കിക്കേ, ഇച്ചിരിയും കൂടെ ഫ്രീഡം ആണെങ്കിൽ, എനിക്ക് കുറച്ചും കൂടെ ആ ബന്ധം അല്പം കൂടെ സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങൾ എന്നാ ചെയ്യുന്ന അറിയാമോ? ആ വ്യക്തിയെ നിങ്ങളുടെ റൂമുകളിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചു എന്ന്. പക്ഷെ ആ വ്യക്തിയെ നമ്മൾ റിജക്റ്റ് ചെയ്ത് നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ അകത്തേക്ക്, ഇന്നർ സർക്കിളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറില്ല അല്ലെ? ഇതേപോലെയാണ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരികയാണ്. വാസ്തവത്തിൽ ഇന്ന് പലരുടെയും ജീവിതത്തിൽ യേശു ഇല്ല. പേര് പെന്തക്കോസുകാരൻ എന്നാണ്, പേര് പെന്തക്കോസുകാരി എന്നാണ്, പലരുടെയും പേര് വിശ്വാസി എന്നൊക്കെയാണ്. പക്ഷേ യേശു അവരുടെ ജീവിതത്തിൽ ഇല്ല. ഈ രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ അവന് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ, ഇതൊരു ഈഡൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു പേര് കൂടെ ആണല്ലോ. ഞാനൊരു സുവിശേഷ പ്രസംഗകരും ആയതുകൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയട്ടെ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ കവാടം യേശുവിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ തുറന്നു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ വീട്ടിലേക്ക് അവൻ വരാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവൻ സ്വത്രം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ഏതൊക്കെ വീട്ടിനകത്ത് യേശു വന്ന് ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ആ റൂം, ആ സീക്രട്ട് റൂം യേശുവിനൊന്ന് തുറക്കാമോ? പലപ്പോഴും നമ്മുടെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ആദ്യത്തെ റൂമിൽ യേശുവിനെ കയറ്റും, രണ്ടാമത്തെ റൂമിൽ യേശുവിനെ കയറ്റും. പക്ഷെ നമ്മുടെ പല റൂമുകളിലും യേശുവിന് അനുവാദം കൊടുക്കാറില്ല. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും യേശുവിനൊന്ന് തുറന്നു കൊടുക്കാമോ? അവനെ ഒന്ന് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? അവൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പൂർണ്ണമായി വാഴുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അതിന് അവനെ റിസീവ് ചെയ്യണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, അവനെ റിസീവ് ചെയ്യണം. വാസ്തവത്തിൽ യേശു ഉള്ളവന്റെ അകത്ത് പ്രത്യാശ ഉണ്ടാകുമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ബോട്ട് തകരത്തില്ല. ഞാൻ ഒന്നും കൂടെ പറയാം, എന്തെല്ലാം സംഭവിച്ചാലും അവന്റെ അകത്തുള്ള യേശു പറയും, നീ തകർന്നു പോകത്തില്ല, നീ ഉടയത്തില്ല. എന്തെല്ലാം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഈ വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യേശുവിനായിരിക്കുന്നത് കൊണ്ട് അവൻ അത് ചെയ്യും. 2, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, അവന്റെ നാമത്തിൽ എന്നാ ചെയ്യണം? വിശ്വസിക്കണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ട്, വിശ്വസിക്കണം. 2, നീ അവനോട് ഉള്ള ബന്ധത്തിൽ നീ അവനെ വിശ്വസിക്കണം. ഈ രാത്രി ഞാനൊരു ദൂത് പറയട്ടെ, നീ അവനെ സംശയിക്കരുത്. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യുമെന്നറിയാമോ? ചോർന്നു പോകും. പക്ഷെ യേശുവിന് ഏറ്റവും അധികമായി വേദനയുള്ള ഒരു കാര്യമാണ് അവനെ സംശയിക്കരുത്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഏതോ അഭിഷക്തന്മാരോട് പറയുകയാണ്,
ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. ആമേൻ പറയാമോ? ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. മനുഷ്യൻ പറയുന്ന വാക്കുപോലല്ല ഞാൻ പറഞ്ഞത്. അവൻ ഫോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് അവൻ കളവ് പറയത്തില്ല. അതുകൊണ്ട് ഈ രാത്രി എന്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞാട്ട്, ഈ ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ, ഇനി ഒരു പ്രവാചകൻ നിന്റെ തലയിൽ വെച്ച് ഒരു ദൂതും പറഞ്ഞിട്ടില്ല എങ്കിലും യേശു ഇന്ന് രാത്രി പറയുകയാണ്, എന്നിൽ നീ ഒന്ന് വിശ്വസിക്കുക, ഞാൻ പറഞ്ഞ വചനത്തിൽ ഒന്ന് വിശ്വസിക്കുക. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ എന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് യേശു പറഞ്ഞെങ്കിൽ ഈ രാത്രി സ്വർഗത്തിലെ ദൈവം അതിശക്തമായി നിന്നോട് പറയുകയാണ്, ക്രിസ്തുവിനെ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിക്കുന്നവരാൽ, ബാക്കി പറയാമോ, ഈ അടയാളങ്ങൾ നടക്കും, അല്ലെ? അങ്ങനെയല്ലേ വചനം പറയുന്നത്? അവിടെ MDO MDHO ഡോക്ടറേറ്റ് ഒന്നല്ല യേശു പറഞ്ഞത്, വിശ്വസിക്കുക. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് വിശ്വസിക്കുക. ആത്മാവ് അതിശക്തമായി ഇടപെടുകയാണ്. വിശ്വസിക്കാൻ മനസ്സുണ്ടോ? നോക്കിക്കേ, ലാസറിന്റെ കല്ലറ മൊത്തത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. മരിച്ചിട്ടിപ്പോൾ ദിവസങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റം വെച്ച് 4ാമത്തെ ദിവസമായി. നാറ്റം വെച്ച് ആ ബോഡി എന്താ ഡീക്കേ ആകാൻ തുടങ്ങി, അളിയാൻ തുടങ്ങി. പുഴുവൊക്കെ, ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്. ഈ ശരീരം ഒരിക്കലും യാതൊരു സാധ്യതയുമില്ല. ആ ദേശം മുഴുവനും ഇവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. കാരണം യേശു ആ ഭവനത്തിൽ വരാറുണ്ടായിരുന്നു. യേശു പലപ്പോഴും ആ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഈ ലാസർ എന്ന് പറയുന്നത്. ആ യേശു സ്നേഹിച്ച കുടുംബമാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, നാട്ടുകാരും വീട്ടുകാരും അവരുടെ ചാർച്ചക്കാരെല്ലാം പറഞ്ഞു, യേശു അനേക രോഗികളെ സൗഖ്യമാക്കിയതല്ലേ, യേശു വന്നില്ലല്ലോ, ഈ കുടുംബത്തെ തള്ളിക്കളഞ്ഞല്ലോ എന്നൊക്കെ ഒരുപക്ഷെ അവരെല്ലാം പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ കർത്താവ് അവരുടെ സമയത്ത് വന്നില്ല. പക്ഷെ അവർ വന്നു. അവരുടെ ദുഃഖത്തിൽ യേശു പങ്കുചേർന്ന് കരഞ്ഞു. യേശു അവിടെ നിന്ന് കരയാൻ നോക്കിക്കേ, കരയുന്ന ഒരു യേശു. ഞാൻ ഇന്ന് രാത്രി ഒന്ന് പറയട്ടെ, നിങ്ങളുടെ കരച്ചില് കാണുമ്പോൾ ചിരിക്കുന്ന ഒരു യേശു അല്ല എൻ്റെ യേശു. നിങ്ങളുടെ കരച്ചിലിന് കൂടെ ചേർന്ന് നിന്ന് കരയുന്ന ഒരു യേശു. എത്ര പേർക്ക് ഈ രാത്രിയിൽ എൻ്റെ കൂടെ ചേർന്ന് ഒരു ആമേൻ പറയാൻ കഴിയും? കരയുന്നവന്റെ കൂടെ കരയുന്നവനായ എൻ്റെ യേശു. ഒന്നും കൂടെ പറഞ്ഞാൽ, നീ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും ആ സാഹചര്യത്തോട് കൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല നാഥനാണ് എൻ്റെ കർത്താവ്. നോക്കിക്കേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നോക്കിക്കേ, ഇവർ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ഒരു ഭയങ്കര ശുശ്രൂഷ ഈ ശിഷ്യന്മാർ ഇപ്പോൾ കാണാൻ പോകുകയാണ്. നാറ്റം വെച്ച് പറഞ്ഞു, ആ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു, ഇനി ഇത് തുറക്കേണ്ട ആവശ്യമില്ല. പക്ഷെ യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താ യേശു പറഞ്ഞേ? നീ വിശ്വസിച്ചാൽ എന്നാ കാണുമെന്ന ദൈവത്തിന്റെ ഗ്ലോറി അവിടെ കാണും. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കല്യാണ വീട്ടിൽ യേശു അത്ഭുതത്തെ ചെയ്ത് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. എന്തിനാണ് യേശു എന്തെങ്കിലും ചെയ്യുന്നതെന്നറിയാമോ? നിന്നെ അങ്ങ് ഫേമസ് ആക്കാനൊന്നും അല്ല സഹോദര, നിന്നെ അങ്ങ് അറിയപ്പെടുത്താനൊന്നും അല്ല. എൻ്റെ യേശു ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ ഗ്ലോറി നിന്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്താനാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ എൻ്റെ നാഥൻ ചെയ്യുന്ന ആഴമേറിയ പ്രവർത്തിക്കകത്ത് കർത്താവ് പറയാണ്, കടുകുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി ഇതിലെ അപ്പുറത്തേക്ക് കടക്കാൻ പറഞ്ഞ ചെയ്യുമെന്ന്, അവൻ അനുസരിക്കുമെന്ന് വചനം പറയുന്നെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, ചിലത് പിഴുതുമാറട്ടെ. ചില അത്തിവൃക്ഷങ്ങൾ നാളുകളായി നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്നത്, മിനിസ്ട്രിയിൽ മുന്നേറാൻ കഴിയാതെ അവൻ തകർന്ന് ഇനി ഇതിനകത്തുനിന്ന് യാതൊന്നും പൊങ്ങി വരത്തില്ല എന്ന് പറഞ്ഞ് അവസാനിച്ചു കിടക്കുന്ന ചിലതിനെ ഈ രാത്രി പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുവാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു. രാത്രി സ്വർഗം പറയാ, എഴുന്നേൽക്കുക, പിടിച്ചെഴുന്നേൽപ്പിക്കുക. ആത്മാവ് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. എഴുന്നേൽക്കുക. ഈ രാത്രി നീ കിടക്കുന്ന ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റോ. ഞാൻ പറയാം, അസാധാരണ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രാത്രി മൈലുകൾക്കപ്പുറം സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ആ കുടുംബങ്ങൾ ഏത് റൂമിലാണോ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്, ആ റൂമിനകത്ത് അസാധാരണമായി ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. അത് ചെയ്തത് കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ജീസസ് നെയിം. ഞാൻ അത് വിശ്വസിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുക.
വിശ്വാസമുണ്ടോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യേശു എന്നാ പറഞ്ഞത്? എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അത് മറ്റൊരു കോൺടസ്റ്റിലാണ് യേശു പറയുന്നത്. കേവലം ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയുള്ള ഒരു കോൺടസ്റ്റിലല്ല യേശു പറഞ്ഞത്. രാത്രി കർത്താവ് പറയുന്നു, ഒന്ന്, നീ അവനെ എന്നാ ചെയ്യണം? സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്നവന് എന്നാ ഉണ്ടെന്നറിയാം? അവന്റെ ഉള്ളിൽ പ്രത്യാശയുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രണ്ട്, സ്വീകരിക്കുന്നവൻ എന്നാ ചെയ്യേണ്ടത്? അവനെ വിശ്വസിക്കണം. അന്നേരം രണ്ടാമത്, പ്രത്യാശ ആർക്കാണുള്ളതെന്ന് അറിയാമോ? വിശ്വസിക്കുന്നവർക്കാണ് പ്രത്യാശയുള്ളത്. ആമേൻ. ആ വിഷയത്തിലേക്ക് നമ്മൾ വേഗത്തിൽ വരിക. വിശ്വസിക്കുക. എല്ലാവരും കൂടെ പറഞ്ഞേ, വിശ്വസിക്കാം. ഈ അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അനേകരുടെ വിശ്വാസം ചോർന്നു പോവുകയാണ്. യേശു തന്നെ പറഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട പ്രിയപ്പെട്ടവർ വിശ്വാസം കണ്ടെത്തുമോ? ഈ ഒരു പ്രത്യേകമായ ടൈമിൽ അനേകരുടെ വിശ്വാസം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വേദപുസ്തകം പറയുന്നത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവനും വെളിപ്പെട്ടു വരും. എന്നാൽ ഈ രാത്രി ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഒന്ന് പറഞ്ഞാട്ടെ, ലോർഡ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കണം. നമുക്ക് എന്നാ വേണ്ടത്? വീട്ടിൽ ഇനി അടുത്തൊരു കാറും കൂടൊന്നുമല്ല. ഈ വിശ്വാസ ജീവിതത്തിൽ നിൽക്കാൻ വിശ്വാസം എന്നെ ഒന്ന് വിശ്വാസത്തിൽ എന്നെ ഒന്ന് വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ്. യു ഹാവ് ടു ടെസ്റ്റ്. വിശ്വാസം ഉണ്ടോ? പാസ്റ്ററെ, ഒത്തിരി ഫേസ്ബുക്ക് ലൈവ് ഞങ്ങൾ കാണാറുണ്ട്, മടുത്തിരിക്കുക. അപ്പോഴാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, വിശ്വാസമുണ്ടോ? മടുത്തു. പക്ഷെ രാത്രി കർത്താവ് പറയാണ്, ഒരു പ്രാവശ്യം കൂടെ സംശയിക്കാതെ എന്നെ ഒന്ന് വിശ്വസിക്കാം. ഐ ആം റെഡി ടു ഡു. ഞാനത് ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിച്ചാട്ടെ. അവൻ യേശുവിന്റെ അടുക്കൽ എന്താ പറയുന്നത്, ഈ കരയിലും വെള്ളത്തിലും ഒക്കെ ചാടി ഒരു കൊച്ചു ആ പയ്യനെ കൊണ്ടുവന്നു. ഈ ശിഷ്യന്മാർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഭയങ്കര ഫേമസ് ഒരു പാസ്റ്ററിനെ കൂടെ നിൽക്കുന്ന അസോസിയേറ്റ് പാസ്റ്റേഴ്സ്. പക്ഷേ വലിയ പ്രതീക്ഷയാണ് ഈ കൊച്ചിനെ അവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ they could not deliver that boy. ആ കൊച്ചിനെ വിടുവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു അവരുടെ അവിശ്വാസത്തെ കണ്ടിട്ട്, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും, അവിശ്വാസം കോട്ടയുമുള്ള തലമുറയെന്ന് ചോദിച്ചിട്ട് യേശു അവന് ശാസിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, കാര്യമല്ല ശരിയാ, എല്ലാം ഉണ്ട്, തിയോളജി ഉണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം ഇവർ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അസൈൻമെന്റ് എഴുതുന്നുണ്ട്, എല്ലാം നന്നായിട്ട് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് എന്നാ ഇല്ല? വിശ്വാസമില്ല. പക്ഷെ എന്നാ ചെയ്തതെന്ന് അറിയാമോ? രഹസ്യമായി യേശുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്നാ സംഭവിച്ചത്? യേശു പറഞ്ഞു, മറ്റൊരു കുഴപ്പമില്ല, ഇത് മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ എന്നാ വേണം? വിശ്വാസം. ഇന്ന് രാത്രി ഞാൻ പറയാം, വിശ്വാസത്തോട് നിങ്ങൾ കൽപ്പിക്കുക. ഒന്ന് പറഞ്ഞാൽ, വിശ്വാസത്തോട് ഞാൻ കൽപ്പിക്കുക. ഈ അനീഷ് പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല, നിങ്ങളത് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ 12 വർഷമായി 12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ചു കിടന്ന ആ സ്ത്രീ എങ്ങനെ എഴുന്നേറ്റത്? യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അകത്തുണ്ടായ വിശ്വാസം എന്ന് പറഞ്ഞ വചനം കേട്ടപ്പോൾ അകത്തുരുവായ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും സംഭവിക്കുന്നു. വിശ്വസിച്ചാണ് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം വർദ്ധിക്കട്ടെ. അവൻ ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. സഹോദര, ആരും ചെയ്തില്ലെങ്കിലും എന്റെ നാഥൻ നിന്നെ കൈവിടത്തില്ല. അവനിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടോ? നമുക്ക് ഡോക്ടേഴ്സിന് ഭയങ്കര വിശ്വാസമല്ലേ? ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറെ നമുക്ക് വിശ്വാസമുണ്ട് അല്ലേ? പുള്ളിയുടെ അടുത്ത് പോയി രോഗം മാറുമെന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ടല്ലേ? പക്ഷെ ഇന്ന് രാത്രി കർത്താവ് വയ്ക്കുക, എന്നെ ഒന്ന് എനിക്കൊന്ന് വിശ്വസിക്കാമോ? അന്നേരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ എന്നാ ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന പേരാണ് ദൈവത്തിന്റെ മക്കൾ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, അവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു അല്ലെ? കുറച്ചും കൂടെ പറഞ്ഞ പദവിയും കൊടുത്തു, അതിന്റെ കൂടെ എന്നാ കൂടെ കൊടുത്തു? ഒരു അധികാരം, അതോറിറ്റി അവരുടെ മേൽ കൊടുത്തു. താങ്ക് യു ജീസസ്. ഇതിന്റെ ആഴമേറിയ വെളിപ്പാടുകളും ചിന്തകളും ഒക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രാത്രി നീ ഒരു സാധാ വ്യക്തിയല്ല,
നീ ദൈവത്തിന്റെ മകനാണ്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, നീ ദൈവത്തിന്റെ മകനാണ്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാട്ടെ, ഞാനൊരു ദൈവത്തിന്റെ മകളാണ്. അതുകൊണ്ട് ഈ കൊറോണയല്ല, ഇനി അടുത്ത മഹാമാരി വന്നാലും ഞാൻ ഷെയ്ക്ക് ആകത്തില്ല. കാരണം എനിക്കൊരു അപ്പനുണ്ട്, ആ അപ്പന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് എന്താ നാം ചെയ്യേണ്ടത്? ഇനി ആ വിഷയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കറിയാം പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. വചനം വരുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ലീവ് ചെയ്യും, കുഴപ്പമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? സഹോദര, നിനക്കും പോകാം, നിനക്കും ഈ സമയം ലീവ് ചെയ്യാം. അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താട്ടെ, യേശുവിന് എന്തോ പറയാൻ ഉണ്ട്. ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ സഹോദര? പത്രോസ് ചോദിച്ചു, എന്തായാലും നിന്നെ വിട്ട് ഞങ്ങൾ പോകുന്നില്ല, നിത്യജീവന്റെ മൊഴി. വചനമാ പറയുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. അന്നേരം പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അടുത്ത ഭാഗം, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എല്ലാവരും കൂടെ പറഞ്ഞേ, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ആ വാക്യത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയാം. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. വാസ്തവത്തിൽ ഫൈനൽ എസ്കറ്റോളജിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിനകത്ത് കിടക്കുന്നത്. എന്ന് പറയാൻ, യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യെസ്, അതാണ്. എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? യേശു വേഗം വരാൻ പോവുകയാണ്. എന്റെ പൊന്നു പാസ്റ്ററെ, നിങ്ങളെക്കാൾ ശക്തന്മാരായ പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുക, ഞാൻ പറയാം, എന്റെ നാഥൻ വേഗത്തിൽ വരാൻ പോവുകയാ. ഇത് അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കുന്ന കുറെ ആൾക്കാർ ട്രിവാൻഡ്രത്തുമുണ്ട്. യേശു വരുത്തില്ലെന്ന് പറയുന്ന എന്നൊക്കെ പഠിപ്പിക്കുന്ന കുറെ ആശാന്മാരെ എനിക്കറിയാം. പക്ഷെ ഈ രാത്രി ഞാൻ അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. യേശു വേഗം വരും. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞെങ്കിൽ അത് ഏത് കോണ്ടെക്സ്റ്റിലായാലും ഏത് കാലവുമായി കണക്ട് ചെയ്താലും ഞാൻ വിശ്വസിക്കുന്നു, തന്റെ മക്കളുടെ കണ്ണീര് തുടയ്ക്കാൻ അവൻ വേഗത്തിൽ വരാൻ പോകുകയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഇന്ന് നിന്റെ ക്ഷീണിച്ചിരിക്കുന്ന ശരീരത്തെ അവൻ രൂപാന്തരത്തിലേക്ക് കൊണ്ടുപോകാൻ, എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. എനിക്ക് വെളിപ്പാട് പുസ്തകം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ലൈവ് ആണല്ലോ, ഇത് കുറച്ചു പേർക്കെങ്കിലും ഇരുന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ആക്കിയേ മതിയാകത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ ആ പറഞ്ഞ വാക്ക്, ഹല്ലേലൂയ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായി വെളിവായിട്ടുണ്ട്. ദൈവങ്ങളെ, നമ്മൾ ആരാണെന്ന് ഇതുവരെയും ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ രാത്രി ഇന്നത്തെ കോണ്ടക്സ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പോകാൻ. നീ ആരാണെന്ന് ഇതുവരെ നിനക്ക് അറിയത്തില്ല, പക്ഷെ തമ്പുരാൻ അറിയാം നീ ആരാണെന്ന്. ഒരാമേൻ ഉറക്കെ പറഞ്ഞു. നിന്റെ കുടുംബക്കാർക്ക് അറിയത്തില്ല നീ ആരാകുമെന്ന്. ആമേൻ സ്തോത്രം. നിന്റെ സഭക്കാർക്ക് അറിയത്തില്ല നീ ആരാകുമെന്ന്. നീ ഇപ്പോൾ ഒരു സാധാ വിശ്വാസിയായിട്ട് അവിടെ ഇരിക്കുകയല്ലേ, ഒരു സാധാ പാസ്റ്ററായിട്ട് നീ അവിടെ ഇരിക്കുകയല്ലേ. ഇന്ന് രാത്രി കർത്താവ് ഈ വചനത്തിലൂടെ അറ്റ് പ്രസന്റ് റെലവന്റ് ആയിട്ട് ഒരു ദൂതനോട് പറയാണ്, നീ ഇതുവരെ ആരാകുമെന്ന് നിനക്കറിയത്തില്ല, പക്ഷെ എന്റെ തമ്പുരാൻ അറിയാം നീ ആരാകുമെന്ന്. ഒരാമൻ ഉറക്കെ പറഞ്ഞാട്ടെ. ഈ രാത്രി എന്റെ നാഥൻ നിന്നോട് പറയാണ്, ഇന്നത്തെ സാഹചര്യങ്ങളെ കണ്ട് നീ മതി എന്ന് പറയരുത്. ഇന്നത്തെ സാഹചര്യങ്ങളെ കണ്ടിട്ട് അവ ശുശ്രൂഷ മതി എന്ന് പറയരുത്. അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ ആരാണെന്ന് അവ തെളിയിക്കുന്ന ഒരു നല്ല നാഥനുണ്ട്. ഒന്ന് സമർപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഓക്കെ, ഇനി ബാക്കി കൂടെ വേഗത്തിൽ ഒന്ന് പറയാൻ പോകുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. ഇന്ന് നമ്മൾ ഒരു പാട്ട് പാടി, 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി. പത്മോസിന്റെ ദ്വീപിൽ കടന്ന യോഹന്നാൻ കണ്ടത്. പക്ഷെ ഇന്ന് രാത്രി യേശു പറയാണ്, മുഖാമുഖമായി നമ്മൾ കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷെ പോസ്റ്റ് കാണുന്ന ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, അപ്പൊ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്കൊന്ന് കാണണം. എത്ര 10,000ങ്ങളിൽ അതിസുന്ദരനായ എൻ്റെ നാഥനെ നീ മുഖാമുഖമായി കാണാൻ പോകുക. നീ ആരാധിച്ചത് വിശ്വാസത്താലല്ലേ? അപ്പൊ നീ പാടിയത് വിശ്വാസത്താലല്ലേ? നീ
നിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഇതുവരെ നിനക്ക് നാഥനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ രാത്രി ഞാൻ പറയാം, ഏറ്റവും വലിയ പ്രത്യാശ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി ജീവൻ നൽകിയ ആ നാഥനെ നീ കാണാൻ പോവുക, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ അവനെ കാണും. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് പറയാൻ ഈ രാത്രിയില്ല. പ്രത്യാശ വർദ്ധിക്കട്ടെ. അവനെ നാം കാണാൻ പോവുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവനെ നാം കാണാൻ പോകും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരു ഭാഗം കൂടെ അവിടെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഈ രാത്രി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവനോട് സദൃശന്മാരാകും. എന്നോ അവനെ കാണുക മാത്രമല്ല, അവനോട് സദൃശന്മാരാകുമെന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം, അവൻ കറുത്ത ശരീരത്തെ കാണുമ്പോൾ ചിലരെങ്കിലും കുറ്റം പറയാറില്ലേ? നിന്റെ ആ മുഖം കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ പലരും അയ്യോ അവൻ വിവാഹമൊക്കെ അല്ലേ, അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? പലരും വിവാഹം കഴിക്കാൻ പോലും കഴിയാതെ അല്ലെ, ഇന്നത്തെ നിന്റെ ഈ കോലം കാണുമ്പോൾ പലരും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയാണ്, നിനക്ക് രൂപാന്തരം സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവമക്കളെ? എനിക്കറിയാം ഈ രാത്രി പരിമിതിയുണ്ട്. ചില നാഥൻ പറയുകയാണ്, ഞാൻ ഈ കൊറോണ പേഷ്യൻസിന്റെ ശവമടക്ക് കണ്ടു. ഹല്ലേലൂയ. എത്ര വേദനാജനകമായ ശവമടക്കാണ്. ബോഡിയൊക്കെ കൊണ്ടിടുന്നത് കണ്ടാൽ സങ്കടം തോന്നും. അമേരിക്കയിലൊക്കെ ബുൾഡോസർ വെച്ച് വലിയ കുഴിയൊക്കെ കുഴിച്ച് മണ്ണ് മൂടുന്ന കാഴ്ച കണ്ടു. തള്ളിയിടുന്നത്, പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ മനുഷ്യനെ കുഴിച്ചിടുന്നത് ഞാൻ കണ്ടു. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യാശ, നമ്മുടെ ഈ ശരീരം മാറും. ഒരാമൻ പറഞ്ഞാട്ടെ, എൻ്റെ ഈ ശരീരത്തിന് ചേഞ്ച് ഉണ്ടാകുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. രൂപാന്തരം സംഭവിക്കാൻ പോവുകയാണ്. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ആ ദിവസം ഒന്ന് ഓർക്കാൻ കഴിയുമോ? യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അങ്ങനൊരു സീൻ തന്റെ ശിഷ്യന്മാരെ കാണിച്ചു. ഒരു അലക്കുകാരനും വിളിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ യേശു അവൻ രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം ഭയങ്കരമായിട്ട്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ ശരീരം, ആ കാഴ്ച അവരൊന്ന് കണ്ട്, അവർക്ക് ആ കാഴ്ച കണ്ടിട്ട് അവിടുന്ന് വിട്ടുപോകാൻ അവർക്ക് മനസ്സിലായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്നാ പറഞ്ഞതെന്നറിയാമോ? നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, കുടിൽ കെട്ടി അവരങ്ങ് താമസിക്കാൻ തുടങ്ങി. അങ്ങനാണെങ്കിൽ നിത്യ 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 യുഗം, കോടി യുഗമുള്ള ആ പദ്ധതിക്കകത്തേക്ക് എൻ്റെ നാഥനെ കാണുന്ന ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ ഭൂമിയിൽ പ്രത്യാശ വെച്ചതെല്ലാം പോയ ഈ ഒരു സമയത്ത് കർത്താവ് പറയാണ്, അവനിൽ പ്രത്യാശ ഉള്ള ഏവനും, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. ഞാൻ ആ വാക്കൊന്നും കൂടെ ഒന്ന് ആവർത്തിക്കട്ടെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് നിർമ്മലീകരിക്കുക. ഹല്ലേലൂയ. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയുണ്ടോ? നമ്മുടെ പ്രത്യാശ അവനിലാണ്. ആ പ്രത്യാശ തുടങ്ങുന്നത് എവിടാണെന്ന് അറിയാമോ? നാം ഒരു ദൈവ പൈതലാണെന്നുള്ള തിരിച്ചറിവിലാണ് തുടങ്ങുന്നത്. ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മളാരും പൂർണ്ണമല്ല, പക്ഷെ നമ്മളെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് പറയുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അവന്റെ രക്തം കൊണ്ട് ഈ രാത്രി നമ്മളെ ഒരു പ്രാവശ്യം കൂടെ കഴുകി അവൻ ശുദ്ധീകരിക്കാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാപമില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ കള്ളം പറയുകയാണ്. രാത്രി നമ്മുടെ കുറവുകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏറ്റു പറഞ്ഞു കൊടുക്കും. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ തുടക്കം ആത്മാവിനോട് പറയുന്ന ഒരു പുതിയ തുടക്കം. മോനെ വിഷമിക്കണ്ട, ഡോണ്ട് വറി. സഹോദര വിഷമിക്കണ്ട. നിന്റെ പാപത്തെ ഇന്ന് രാത്രി അവൻ കുറ്റപ്പെടുത്തുകയല്ല, അവൻ സ്നേഹിച്ചുകൊണ്ട് പറയാം, മോനെ എന്നിലൊന്നും പ്രത്യാശ വെച്ചാട്ടോ, നിനക്ക് ഈ ഭൂമിയിൽ തരാനുള്ളത് ഞാൻ തരും, നിത്യതയിൽ തരാനുള്ളതും ഞാൻ തരും. ഇന്ന് രാത്രി നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിനോടൊന്ന് പറഞ്ഞേ,
കർത്താവ്, എനിക്ക് വേറെ ഒന്നിലും എനിക്ക് പ്രത്യാശയില്ല, അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഞാൻ പ്രത്യാശ വെച്ചതെല്ലാം കർത്താവെ, അതെല്ലാം തകർന്ന് തരിപ്പണമായി. പക്ഷെ ഞാൻ ഇന്ന് രാത്രി അങ്ങിൽ പ്രത്യാശ വെക്കുന്നു. എൻ്റെ ബിസിനസ് ഞാൻ അങ്ങിൽ പ്രത്യാശ വെച്ചുകൊണ്ട് തുടങ്ങിയ, എൻ്റെ കുടുംബജീവിതം അങ്ങിൽ പ്രത്യാശ, അങ്ങിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഐ ഹാവ് ഗ്രേറ്റ് ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. രാത്രി ആ ഹോപ്പുള്ള എല്ലാവരും തകർന്ന്, നീ തകരില്ല സഹോദര, നീ തകരത്തില്ല. ഇന്ന് രാത്രി നിന്നെ തകരുവാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കറിയാം പരിമിതിയുണ്ട്, എന്നാൽ പരിമിതികൾക്കപ്പുറമായി എൻ്റെ കർത്താവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ച തിയോളജിയോ അല്ലെങ്കിൽ ഞാൻ വാസ്തവത്തിൽ ഒരു ബൈബിൾ ടീച്ചർ കൂടാണ്. എന്നാൽ ഇന്ന് രാത്രി അതിൻ്റെ എല്ലാ പരിമിതികളെയും കർത്താവ് മാറ്റിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുക. രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ ഒന്ന് നിർമ്മലീകരിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ വേഗം ചേരാൻ പോവുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവനെ നമ്മൾ മുഖാമുഖം കാണാൻ പോവുകയാണ്. അതിന് സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? അതിന് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവനെ നമ്മൾ കാണാൻ പോകുക. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. ഞാൻ അവിടെ ആ മെസ്സേജിനെ അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഏറ്റവും വലിയ പ്രത്യാശ, നമ്മുടെ ഭാവി പ്രത്യാശ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അത് നമ്മുടെ എല്ലാ കണ്ണുനീരും തുടയ്ക്കുന്ന ആ ദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദിനം അടുത്തുകൊണ്ടിരിക്കുക. സഭയെ റെഡി ആയിക്കോ, കർത്താവ് വേഗം വരാറായി. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ജീസസ്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ഈ ഉറപ്പാണ് ദൈവമക്കളെ. മറ്റൊന്നും വേണ്ട. നമ്മൾ ഈ ഭൗതികക്ക് കർത്താവ് തരും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ആ നാഥന്റെ വരമാണ്. ഒന്ന് പറഞ്ഞിട്ട് വേഗം നാം ചേർന്നിടും തീരത്ത്. വേഗം നാം ചേർന്നിടും തീരത്ത്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ദേശത്ത് നടന്ന സംഭവങ്ങൾ കണ്ടല്ലേ? 2 യുവാക്കന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മൾ കണ്ടതാണ്. എന്നാ പ്രത്യാശയാണ്. അവർ വിശ്വസിച്ച അവരുടെ പാർട്ടിക്ക് വേണ്ടി അവരെന്ത് ചെയ്യാൻ തയ്യാറായപ്പോൾ രാത്രി എനിക്ക് വേണ്ടി മരിച്ച നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ആ നല്ല നാഥന്റെ വാക്കിനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവന് വേണ്ടി രാത്രി ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ടാണ്, മറ്റൊന്നിനും ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ സഹോദര സമർപ്പിക്കുക, സഹോദരി സമർപ്പിക്കുക, ദൈവദാസനെ സമർപ്പിക്കുക. ഒരു പുതിയ തുടക്കം എൻ്റെ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈഡൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ലോകം എമ്പാടും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. കർത്താവേ, അവനിൽ പ്രത്യാശ ഉള്ള ഏവരും, കർത്താവ്, ഞങ്ങളുടെ പ്രത്യാശ അങ്ങിലാണ്, മറ്റൊന്നിലുമല്ല. കർത്താവേ, ആ പ്രത്യാശ
പ്രത്യാശ ആരംഭിക്കുന്നത് ഞങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിലാണല്ലോ. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞങ്ങൾ അങ്ങേ ഇന്ന് രാത്രി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി അങ്ങ് കടന്നു വരണമേ. അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. അപ്പോഴാണല്ലോ പ്രത്യാശ വർദ്ധിക്കുന്നത്. കർത്താവേ, അങ്ങിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രത്യാശ ഈ രാത്രി വർദ്ധിക്കണമേ. ഞങ്ങൾക്ക് നൽകിയത് ഒരു അധികാരമാണല്ലോ കർത്താവേ. അധികാരം തിരിച്ചറിയുന്നവന് നൽകുന്ന ഒരു വലിയ പ്രത്യാശ. കർത്താവ്, ഞങ്ങൾ വാഴുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചെങ്കിൽ ഇന്ന് രാത്രി അധികാരത്തോട് ഞങ്ങൾ വാഴും. അതിനായി ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ നിർമ്മലീകരിക്കണമേ. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കഴുകണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ കാണും. ഞങ്ങൾ അങ്ങയെ പോലെ ആകും. ഞങ്ങൾക്ക് രൂപാന്തരമുണ്ടാകുന്ന ആ വലിയ ദിവസത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം കേട്ട് അങ്ങയുടെ മക്കളെ അടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പുതിയ തുടക്കം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ മിനിസ്ട്രിയുടെ മേൽ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ, ഇതുവരെ അവർ കാണാത്ത ദൈവപ്രവൃത്തികൾക്ക് ഒരു തുടക്കം ഇന്ന് രാത്രി സംഭവിക്കട്ടെ. അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിനായി സ്തോത്രം. കർത്താവ്, രുജുപാസ്റ്ററെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ കൂടെയുള്ള അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഇനി ഈ മെസ്സേജ് കേൾക്കാൻ പോകുന്ന, ഈ വർഷിപ്പ് കാണാൻ പോകുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾക്ക് പ്രയോജനമായി ഈ കർത്താവെ സെഷനെ ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് യു. വി ബ്ലസ് യുവർ നെയിം ലോർഡ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ഹൃദയം തുറന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഇന്ന് ഒത്തിരി ട്രാവൽ ചെയ്ത് ഒത്തിരി ടയേർഡായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ ഇന്ന് രാത്രി ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് നന്ദി. അതേപോലെ ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ രുജു പാസ്റ്ററോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ഈ രാത്രി എൻ്റെ വൈഫാണ് ആദ്യം പാട്ടുകൾ പാടിയത്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതേപോലെ ഈ രാത്രി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലെല്ലാം വന്ന് സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ഗ്ലറിൻ ഇന്ന് രാത്രി ഞങ്ങൾ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവാവസരങ്ങളെ നൽകി. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് ഗിൽഗാൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് തെക്കേത്തിരി പട്ടാഴിയിലാണ്. ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന് വരവ് താമസിച്ച മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ മറിച്ച് ഇന്ന് രാത്രി കർത്താവിന്റെ വരവാണ്. ഒരുമിച്ച് അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ നമുക്ക് ഒരുമിച്ച് അവനെ എതിരേൽക്കാൻ ഒരുങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഹൃദയം തുറഞ്ഞ നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക്